മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ ഒന്നാം ഘട്ട വിതരണം നാളെയാണ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് വില കൊടുത്തു വാങ്ങിയ 11 ഏക്കർ സ്ഥലത്താണ് ഭവന സമുച്ചയം ഉയർന്നിരിക്കുന്നത്. 105 വീടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയിൽ 51 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറും. ദീപക് മോഹനുണ്ട് സ്ഥലത്തു നിന്നും. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ദീപക്, ലീഗ് പറഞ്ഞാൽ പറഞ്ഞതാ. ആദ്യം ഇപ്പോൾ താക്കോൽ കൈമാറ്റം നടക്കുന്നത് ലീഗ് അവർ ഏറ്റെടുത്ത സ്ഥലത്ത് വെച്ചുകൊടുത്ത വീടാണ്. മിന്നൽ വേഗത്തിലാണ് വീട് പണിയൊക്കെ നടന്നത്. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിലൊരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ഭൂമി ഏറ്റെടുത്ത് പിന്നെ ശരവേഗത്തിൽ പട്ട നമ്മുടെ കെട്ടിടങ്ങൾ ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. നിശ്ചയദാർഢ്യമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ലീഗ് അതിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പറഞ്ഞ വാക്ക് ലീഗ് പാലിച്ചു. 101 വീടുകളിൽ 51 വീടുകൾ നാളെ കൈമാറ്റത്തിന് തയ്യാറാണ്. എന്താണ് അവസ്ഥ വീടുകളുടെ? നമുക്കൊന്ന് വീടൊന്ന് കാണിച്ചാലോ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ലീഗ് പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നതിനുള്ളൊരു സാക്ഷ്യമാണ് ഈ കാണുന്നത്. മേപ്പാടി പഞ്ചായത്തിലുള്ള വെള്ളിത്തോടാണ് ഈ 11 ഏക്കർ ഭൂമിയിൽ മുൻപ് മുസ്ലിം ലീഗ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാനായി സ്ഥലം ഏറ്റെടുത്തത്. ആ സ്ഥലത്ത് കാണുന്ന വീടുകളുടെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ട ടൗൺഷിപ്പുകളിൽ ഏറ്റവും ഗംഭീരമായി പണി കഴിപ്പിച്ച ടൗൺഷിപ്പാണിത്. നേരത്തെ, അതായത് 5 മാസം കൊണ്ട്, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ആ 5 മാസം കൊണ്ടാണ് ഇവിടെ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. 105 വീടുകളാണ് ആകെ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ നാളെ കൈമാറുന്നത് 51 വീടുകളാണ്. ഈ 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള ഈ ദൃശ്യം, അതായത് ഈ വീടുകളുടെ ഒരു 360 ദൃശ്യം ഇങ്ങനെ കാണാം. ഇവിടുന്ന് നമ്മളൊന്ന് കയറി വരുന്നൊരു ഭാഗമാണ് പ്രധാന പാതയിൽ നിന്ന്, അതായത് മേപ്പാടിയിലേക്ക് പോകുന്ന പ്രധാന പാതയ്ക്കരികിലായാണ് വെള്ളിത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലം. എതിർഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള മലയാണ്, നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലത്താണ്. ആ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളിത്തോടാണ് ഇത്തരത്തിൽ 105 വീടുകൾ മുസ്ലിം ലീഗിന്റെ ഭവന സമുച്ചയത്തിന്റെ പണി തുടങ്ങിയത്. അതിൽ തന്നെ പണി ഏകദേശം ഭൂരിഭാഗവും പൂർത്തിയായിരിക്കുന്നു. 51 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. നാളെ ആണ് ഈ വീടുകളുടെ താക്കോൽ ദാനം നടക്കുക. നാളെ ഈ താക്കോൽ ദാനം വൈകിട്ട് 4:30 ഇവിടെ നടക്കും. ആ സമയത്ത് ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. 3 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുകൾ. വിസ്തീർണമുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ശുദ്ധജല വിതരണം, വൈദ്യുതി കണക്ഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമാണ് ഈ വീടുകളിലേക്ക് ആളുകൾക്ക് താമസിക്കാനായി മുസ്ലിം ലീഗ് അവസരം ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ വീടുകളുടെയൊക്കെ ഒരു ഭംഗിയും അകത്തുള്ള സൗകര്യങ്ങളും കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് അരുൺകുമാർ, ഈ വീടിനകത്തേക്ക് കയറിയാൽ അകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാവിധ സൗകര്യത്തോടും കൂടി 3 ബെഡ്റൂമുകൾ ആണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചേരുന്നുണ്ട്. എന്താണിപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ഒരുക്കിയിട്ടുള്ള വീടുകളിലുള്ളത്? നിങ്ങളിത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയല്ലോ. നമ്മൾ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായിരിക്കുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കിയിരുന്നു. 3 ബെഡ്റൂമുകൾ എന്തൊക്കെ? അവസാനത്തെ ഘട്ടമാണ് ഈ ഭവന നിർമ്മാണം. ഇതിൽ 3 ബെഡ്റൂം ഉണ്ട്, 2 ബാത്റൂം ഉണ്ട്, പിന്നെ ഡൈനിങ് ഹാൾ അറ്റാച്ച്ഡ് ആണോ? 2 അറ്റാച്ച്ഡ് ആണ്. വർക്ക് ഏരിയ ഉണ്ട്, അതുപോലെ കിച്ചൺ ഉണ്ട്, അനുബന്ധ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. സിറ്റ് ഔട്ട് ഉണ്ട്, അതുപോലെ വിശാലമായ റോഡുണ്ട്, 7 മീറ്റർ വീതിയിലുള്ള റോഡുണ്ട്. എല്ലാവർക്കും റോഡിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് കയറാം. അകത്തൊക്കെ 5 മീറ്റർ റോഡുകൾ വിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ 100-400 പണിക്കാർ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് നല്ല ടൈലുകളാണ്, നല്ല വെർട്ടിഫൈഡ് നല്ല ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നതും നല്ല നിലവാരമുള്ള ബ്രാൻഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 2ാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് കാണാം. അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങളും ഇത് ലീഗ് കൊടുക്കുന്ന വീടാണ് കേട്ടോ. നല്ല ഒന്നാന്തരം വീടാണ്, ഒരു സംശയമില്ല. ഗംഭീരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അവിടെ പോയി താമസിക്കാൻ തോന്നും. അടിപൊളി വീടാണ്. 1200 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. 3 ബെഡ്റൂമുണ്ട്, 2 അറ്റാച്ച്ഡ് ആണ്. നല്ല വൃത്തിയുള്ള വീട്. നല്ല ടിപ്പായിട്ടുണ്ട്. എല്ലാം സ്വിച്ച് ബോർഡുകളും ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള സ്വിച്ച് ബോർഡുകളാണ്. എല്ലാം ബ്രാൻഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അടുക്കള കൂടി ഒന്ന് കാണാം. അടുക്കള കാണലാണല്ലോ ഒരു ചടങ്ങ്. ഇതാണ് അടുക്കള. 2 അടുക്കളയുണ്ടോ? അത് വർക്ക് ഏരിയ ആണ് അല്ലേ? ഒന്നൊരു വർക്ക് ഏരിയ ഉണ്ട്, കൂടാതെ ഒരു അടുക്കളയും ഉണ്ട്. ഓക്കെ, കൊള്ളാം. സംഭവം ഉഷാറായിട്ടുണ്ട്. ഒരു കബോർഡും കൂടെ വന്നാൽ കുറച്ചുകൂടി അതിന് ഭംഗി കൂടും. വർക്ക് ഏരിയ ഉണ്ട്.
പക്ഷേ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇനിയിപ്പോൾ അവരുടെ പ്രതികരണം എടുക്കാം. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിത്തറയൊക്കെ വളരെ ശക്തമായിട്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നേരിടാൻ പര്യാപ്തമായ തരത്തിലാണ്. എല്ലാ വീട്ടിലേക്കും കറണ്ട് കണക്ഷൻ ആയോ? അരുൺകുമാർ, എല്ലാ വീട്ടിലേക്കും വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് KSEB ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. പക്ഷേ ഫലത്തിൽ, അതായത് 2000 സ്ക്വയർ ഫീറ്റ് മുകളിലേക്ക് വീടുകൾ നിർമ്മിക്കുന്ന തരത്തിൽ അടിത്തറ ബലപ്പെടുത്തിയാണ് വീടുകളുടെ നിർമ്മാണം. നമ്മളോടൊപ്പം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചേരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി 51 വീടുകളാണ് നാളെ കൈമാറുന്നത്. എന്തൊക്കെ സൗകര്യങ്ങൾ, അതായത് ഇപ്പോൾ ഞങ്ങൾ കണ്ടു അകത്തെ, പുറത്ത് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കി? 51 വീടുകളിൽ എല്ലാവർക്കും റോഡിൽ നിന്ന് കയറാൻ കഴിയുന്ന സാഹചര്യമാണ്. 7 മീറ്റർ വീതിയുള്ള റോഡാണ്. അതുപോലെ അകത്തൊക്കെ 5 മീറ്റർ റോഡുകളുണ്ട്. എല്ലാ വീട്ടുകാർക്കും റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറാം. കുടിവെള്ളത്തിൻ്റെ കാര്യമൊക്കെ വെള്ളം പദ്ധതി ഈ മലബാർ ടെക് തികച്ചും സൗജന്യമായിട്ടാണ് ടാങ്കും കിണറും നിർമ്മിച്ച് നൽകിയിട്ട് എല്ലാ വീടിനും ഹൗസ് കണക്ഷൻ ഉണ്ട്. അതിന് പുറമെ ജലനിധിയുടെ ഹൗസ് കണക്ഷൻ കൂടി ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീട്ടിലേക്കും വൈദ്യുതി ഇന്ന് അതിൻ്റെ KSEB ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇന്ന് വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഫർണിച്ചറുകൾ കൊടുക്കും. കട്ടിൽ കൊടുക്കുന്നു, പിന്നെ സോഫ സെറ്റി ഉണ്ട്, അലമാറയുണ്ട്, ആവശ്യമായ ഫർണിച്ചറുകൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ട് മനോഹരമായ ഈ പ്രദേശം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതേപോലെ മനോഹരമായ വീടുകളാണ്. നാളെ വൈകിട്ട് 4 മണിക്കാണ് ഈ പ്രൗഢമായ സദസ്സിൽ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ 51 വീടിന്റെയും താക്കോൽ കൈയടി ഘട്ടത്തിൽ ആവശ്യമുണ്ട്. ആ വീടുകൾ കാണുമ്പോഴേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പോയി കയറി താമസിക്കാൻ തോന്നുന്ന തരത്തിലുള്ള നല്ല വീടുകളാണ്. നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതും വൃത്തിയായിട്ട് ചെയ്തു. മാത്രമല്ല ഫർണിച്ചർ കൂടി കൊടുക്കുന്നുണ്ട്. കട്ടിൽ കൊടുക്കുന്നുണ്ട്, സോഫ കൊടുക്കുന്നുണ്ട്, അലമാര കൊടുക്കുന്നുണ്ട്. അല്ലേ, ചെറിയ കാര്യമല്ലല്ലോ. ഗംഭീരമാണ്. മാത്രമല്ല നമുക്കൊരു അഡ്വൈസ് ഉള്ളത്, നമുക്കൊരു നിർദ്ദേശമുള്ളത് ഈ ലീഗിൻ്റെ ഭാരവാഹികളോട്, സാദിഖ് അലി തങ്ങളോടൊക്കെ ഉള്ളൊരു കാര്യം, ഇതിപ്പോൾ നമ്മൾ കൊടുത്ത് ഇത്രയും നല്ല ഒരു വീടും സമുച്ചയമൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മെയിൻ്റനൻസ് കൂടി ഏറ്റെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കാരണം ചിലപ്പോൾ നമുക്കറിയാം പല വീടുകളും ഒക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പോയി നോക്കുമ്പോൾ വല്ലാതെ ഒരു മോശമായ അവസ്ഥയിലായിരിക്കും. പക്ഷേ ലീഗ് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കൂടി ഏറ്റെടുക്കുക, നമ്മൾ ദത്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് എപ്പോഴും മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും, ഒരു മോഡലായിട്ട് മാറുകയും ചെയ്യും എന്നൊരു കാര്യം കൂടിയുണ്ട്. മനോഹരമാണ്. അവിടെ ഒരു നല്ല പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് വന്നാലുണ്ടല്ലോ മനോഹരമായ ഒരു ടൗൺഷിപ്പായിട്ട് അത് മാറും. നമുക്ക് മനുഷ്യരെയല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റാതുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് മനുഷ്യർക്ക് പകരം മറ്റു ചില സാധനങ്ങളും വീടുകളും അവരുടെ അവസ്ഥയൊക്കെ ചിലപ്പോൾ നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരും. മനോഹരമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല, ലീഗിന് കൈ